ഹലോ ഗായ്സ്, വെൽക്കം ടു ആച്ചീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് കേട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ വരുന്നുണ്ടെന്ന്. ഇത് നാട്ടുമാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചാണ് കേട്ടോ മാങ്ങ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇന്നലെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി തൊലി കളയാതെ തന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് പച്ചമുളക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി പച്ചമുളക് എല്ലാം കൂടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം, പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. നമ്മളിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് ഉലുവയും കടുകും കൂടി 2 സ്പൂൺ ഉലുവയും 2 സ്പൂൺ കടുകും കൂടെ ഇട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അച്ചാറിന്. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും കൂടി ഇടുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അച്ചാറിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ആ പേസ്റ്റാക്കി വെച്ചെന്ന് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് പേസ്റ്റും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ആ മാങ്ങയിലെ ബാക്കി തങ്ങി നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഉപ്പ് വെള്ളം, അത് നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മാങ്ങയിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന ഉലുവയും കടുകും കൂടി ഇതിനകത്തിട്ടെടുത്ത് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്കണേ. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടിപൊളി മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങുമ്പോഴത്തേക്കും അങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട. അപ്പോഴത്തേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.